നമസ്കാരം. മലയാള സിനിമയിൽ ഒഴിവാക്കാൻ പറ്റാത്ത രണ്ട് താരങ്ങളാണ് മെഗാസ്റ്റാർ മമ്മൂട്ടിയും സൂപ്പർ സ്റ്റാർ മോഹൻലാലും. ഇന്ന് ഏതൊരു സിനിമാ പ്രേമിയോട് ചോദിച്ചാലും ഈ രണ്ടിൽ ഒരാളുടെ പേര് എടുത്തു പറയാതിരിക്കില്ല. കാരണം അത്രത്തോളം മലയാള സിനിമയിൽ ഇവർ പ്രാധാന്യം ചെലുത്തിയിട്ടുണ്ട്. എന്നാൽ മമ്മൂക്ക ഫാൻസിനും ലാലേട്ടൻ ഫാൻസിനും ഒരല്പം സങ്കടം തോന്നുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. കേരള ബോക്സ് ഓഫീസിൽ നിന്നുള്ള കളക്ഷൻ കണക്കുകളിൽ ചെറിയൊരു സർപ്രൈസ് ഉണ്ട്. മലയാളത്തിന്റെ വമ്പൻ താരങ്ങളായ മോഹൻലാലും മമ്മൂട്ടിയും മുൻനിരയിൽ ഇല്ലെന്നുള്ളതാണ് കേരള ബോക്സ് ഓഫീസ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2025 മോഹൻലാലിൻ്റെതായി ഇതുവരെ റിലീസിലുണ്ടായിട്ടില്ലെന്നതിനാൽ കളക്ഷൻ പട്ടികയിൽ കയറാനായിട്ടില്ല. എന്നാൽ മമ്മൂട്ടിയാകട്ടെ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സിലൂടെ 4ാം സ്ഥാനത്താണ് ഉള്ളത്. കേരള ബോക്സ് ഓഫീസിലെ സർപ്രൈസ് എന്താണെന്ന് വെച്ചാൽ ഓഫീസർ ഓൺ ഡ്യൂട്ടി ഒന്നാമതെത്തിയിരിക്കുകയാണ്. കേരളത്തിൽ 27 കോടിയോളം ചാക്കോച്ചൻ ചിത്രം നേടിയിട്ടുണ്ട്. 2025 മലയാള ചിത്രങ്ങളിൽ ആകെ കളക്ഷനിൽ ഒന്നാമതുള്ളത് രേഖാചിത്രമാണ്. രേഖാചിത്രം കേരളത്തിൽ നിന്ന് 26.85 കോടി രൂപയാണ് നേടിയത്. ആസിഫ് അലിയുടെ രേഖാചിത്രം 75 കോടിയിലേറെ ആഗോളതലത്തിൽ നേടിയിട്ടുണ്ട്. ജോഫിന്റെ ചാക്കോയാണ് സംവിധാനം. ആസിഫ് അലിക്ക് പുറമെ രേഖാചിത്രം സിനിമയിൽ അനശ്വര രാജൻ, മനോജ് കെ ജയൻ, ഉണ്ണി ലാലു, ജഗദീഷ് സായ്കുമാർ, ഹരിശ്രീ അശോകൻ, ഇന്ദ്രൻസ്, സലി നിഷാദ് സാഗർ, ടി രവി, പ്രിയങ്ക നായർ, നന്ദു, സുധി കോപ്പ, വിജയ് മേനോൻ തുടങ്ങി നിരവധി പേർ വേഷമിട്ടിരുന്നു. 3ാം സ്ഥാനത്ത് പൊന്മാൻ 10.5 കോടിയോടെ ഉണ്ട്. മമ്മൂട്ടി വേഷമിട്ട ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി നേടിയത് 9.6 കോടിയാണെന്നാണ് റിപ്പോർട്ട്. സംവിധായകൻ ഗൗതം വാസുദേവ് മേനോൻ ആദ്യമായി മലയാളത്തിൽ എത്തുന്നു എന്നതായിരുന്നു പ്രധാന ആകർഷണം. മമ്മൂട്ടിക്കും ഗോകുൽ സുരേഷിനുമൊപ്പം ഡൊമിനിക് സിനിമയിൽ സുഷ്മിത ഭട്ട്, വി വെങ്കിടേഷ്, വിനീത്, വിജയ് ബാബു തുടങ്ങിയവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്.